വീണ്ടും ഒരു തട്ടിക്കൂട്ട് ലെഫ്റ്റ് ഓവർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് പാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ തക്കാളി കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാല ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ, അത് ഞാൻ ചേർത്തില്ല. ഇതും ഒന്ന് വഴഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് മുട്ടയൊന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ലെഫ്റ്റ് ഓവർ ഐറ്റം, അതായത് ചപ്പാത്തി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഡലി വേണമെങ്കിൽ ഇഡലി ചേർക്കാം. അങ്ങനെ എന്ത് ലെഫ്റ്റ് ഓവർ ആയിട്ടുണ്ടോ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിന്ന് ചപ്പാത്തിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും കൂടെ ഈ മിക്സിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നീട് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ആഡംബരത്തിന് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ടേസ്റ്റി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി റെസിപ്പി റെഡി. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടോ മെയിൻ കോഴ്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ബാക്കി വരുന്നെങ്കിൽ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ബാക്കി വരുന്നതെങ്കിൽ ഇത് സ്നാക്സ് അല്ലെങ്കിൽ ഡിന്നർ. അപ്പം മെയിൻ അജണ്ട നമ്മുടെ ചപ്പാത്തി വേസ്റ്റ് ആവരുത്. ഓക്കേ.